28 വയസ്സുള്ള ഒരു MBBS വിദ്യാർത്ഥിനി. ആ പെൺകുട്ടി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ്, എല്ലാ പരീക്ഷയ്ക്ക് മുൻപ് ഒരു കോള് വരും. കോൾ പറയുന്നത് നിനക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് നിന്റെ ഭർത്താവിനെ അറിയിക്കും, അതുകൊണ്ട് നീ എന്നോടൊപ്പം കിടക്ക പങ്കിടാൻ വരണം. അങ്ങനെ വിസമ്മതിച്ചാൽ നിന്റെ കുടുംബജീവിതം നശിപ്പിക്കുകയും നിന്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. ഭയം കാരണം, കുടുംബം നശിക്കുമോ എന്നുള്ള ഭയം കാരണം ഈ പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് പോകും. ഇതൊരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല, നിരവധി ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടി പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളരെ മൃഗീയമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുക, കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ ഗർഭചിത്രം നടത്തുക, എന്നിട്ട് പറയുന്നത് ഞാൻ ആരെയും ഫോഴ്സായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അവർ എന്നോടൊപ്പം വരുന്നതാണ്. അശോക് ഖരോട്ട് എന്ന് പറയുന്ന ഒരു റിട്ടയർഡായ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ പിന്നീട് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി മാറുന്നു. എന്നിട്ട് സ്ത്രീകളെ മുഴുവൻ ശാരീരികമായി ഉപയോഗിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സംഭവം. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? എന്താ ഇവനെ അവിടെ നിർത്തട്ടെ, ഈ ആളുകൾ എന്താ പഠിക്കാത്തത്? ആളുകളെ പഠിക്കാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷം എന്ന് പറയുന്നതിൽ അമിതമായിട്ടുള്ള വിശ്വാസം നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുക. പല പെൺകുട്ടികളുടെയും ഭാവി തുലച്ചുകൊണ്ട് ചൊവ്വാദോഷമാണ്, തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കുന്നതാണ്. ആ ജ്യോതിഷം അതിന്റെ വേരുകൾ വളരെ ആഴത്തിൽ ഇപ്പോ ടെന്റക്കിൾസ് പോലെ വിരിച്ചു. ഇത് മാത്രമല്ല, ചില ജ്യോതിഷം എന്ന് പറഞ്ഞ ചില നാറികളുണ്ട്. 18 വയസ്സിൽ കെട്ടിയില്ലെങ്കിൽ 19 വയസ്സിൽ കെട്ടിയില്ലെങ്കിൽ അമ്മ മരിക്കും, അച്ഛൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ മുഴുവൻ തല്ലി തകർക്കുക. മുട്ടിനഴിക്ക് മുമ്പേ കല്യാണം കഴിക്കണം. കാരണം ഇത് വിശ്വസിക്കുന്ന വീട്ടുകാരുണ്ടല്ലോ, 18 കെട്ടിയില്ലെങ്കിൽ അമ്മ മരിക്കും അല്ലെങ്കിൽ അച്ഛൻ മരിക്കും, എന്നാ പിന്നെ എവന്റെങ്കിലും തലയെ കൊണ്ടുവച്ചു കൊടുക്കുക. അതോടൊപ്പം പഠിത്തം പോകും, പിന്നെ ഗർഭിണിയാവും, പിന്നെ കൊച്ചിനെ നോക്കണം. മൊത്തത്തിൽ അവന്മാര് കേരളത്തിലാണെങ്കിൽ ഇത് വളരെ കൂടുതലാണ്. ഒരു ബോർഡ് വെച്ച് അങ്ങ് ഇരിക്കും, ഭാവിയും ഭൂതം. എന്നാ ഇവന്റെയൊക്കെ ഭാവിയും ഭൂതം ഇവനൊക്കെ അറിയാൻ പറ്റുമോ? ഇവൻ തന്നെ ഒരു ഭൂതമാണ്, ഭൂതമാണ്. ഇത് നോക്കണം. എന്നെ ഞെട്ടിപ്പിച്ച ഏറ്റവും വലിയ വസ്തുത ഈ അശോക് കാരാട്ട് എന്ന് പറയുന്ന ആള്, പ്രകാശ് കാരാട്ട് എത്രയോ നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അയ്യോ, അശോക് കാരാട്ടിന് ഇങ്ങനെ ഒരു കാരാട്ടുണ്ടെന്ന്. ആ കാരാട്ട് എന്ന് പറയുന്ന കാരാട്ട് തുപ്പൽ തെറിക്കും കാരാട്ട് എന്ന് പറയുമ്പോൾ. ഈ കാരാട്ട് 67 വയസ്സുള്ള അപ്പൂപ്പനായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട്, കൊച്ചുമക്കളെ നോക്കി കഴിയേണ്ട പ്രായത്തിലാണ് 28 വയസ്സുള്ളവരെയൊക്കെ ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയാം. ഇവിടെ ഭീഷണിപ്പെടുത്തൽ മാത്രമല്ല, ഇവന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ഇൻടോക്സിക്കൻ്റ് കൊടുക്കും. ഇൻടോക്സിക്കൻ്റ് കൊടുത്തിട്ട് അതിൻ്റെ ലഹരിയിൽ അങ്ങാക്കും. അങ്ങനെയാണ് ഈ ലവ് ജിഹാദിലും ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. അതായത് ഒരു ശീതളപാനീയത്തിനകത്തേക്ക് കുറച്ച് പൊടിയിട്ടാൻ കൊടുക്കും. അത് ഒരു ഇൻടോക്സിക്കൻ്റ് ആയിരിക്കും. ആ ശീതളപാനീയത്തിൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത അനുരാഗവും ഒക്കെ അങ്ങ് ഉണ്ടാവുകയാണ്. ഇവനോടൊരു വല്ലാത്ത പ്രണയവും സ്നേഹവും ഒക്കെ തോന്നുന്നു. ആ മയക്കുമരുന്ന് തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ ഡ്രഗ്സിന്റെ ഒരു ദുരുപയോഗം തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ അങ്ങ് വശീകരിക്കും. ആ വശീകരണമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ ഇവൻ ഇവിടെ ചെല്ലുന്ന ഇവന്റെ വീടാണ് ഇതായിട്ട് ഫാം ഹൗസാണ്. സാധാരണ സിറ്റിയിലെ വീടല്ല, ഫാം ഹൗസ്. അപ്പൊ സൗകര്യമാണല്ലോ. 58 ഹിഡൻ ക്യാമറകൾ, CCTV അല്ല, ക്യാമറകൾ ഹിഡനായിട്ട് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അവൻ്റെ കിടപ്പറ വരെ ഈ രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു പരാതിക്ക് ഇവരോടെല്ലാം പറയുന്നത്, നിന്റെ ഭർത്താവിൻ്റെ അടുത്തെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ദൃശ്യങ്ങൾ മുഴുവൻ അയച്ചു കൊടുക്കും, നിന്നെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും, പിന്നെ നിന്റെ കാര്യം സ്വാഹ, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നീ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഭീഷണിക്ക് വിധേയരാക്കുകയാണ്. പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജ്യോത്സ്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അതിലുള്ള അന്ധവിശ്വാസം കൊണ്ടാണ് അവർ പോകുന്നത്. ആ അന്ധവിശ്വാസത്തിൻ്റെ വ്യവസായം ഇവിടെ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് സ്ത്രീകളെ വശീകരിച്ച് മുതലാക്കുകയാണ്. എത്ര പേരെയാണ് അവൻ ഇതിനോടകം ഭോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നതെന്നുള്ളതിന് കണക്കില്ലെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ ഇയാൾ വിവാഹിതനാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി ചെന്നപ്പോൾ അവരോട് പറഞ്ഞത് ഗർഭചിത്രം നടത്തണം, എന്നിട്ട് ഞാൻ വിവാഹമോചനം നേടിയതിനു ശേഷം നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിതമായി അവരെ ഗർഭചിത്രം നടത്തി. വേറൊരു സ്ത്രീ 7 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഇയാളെടുത്ത് പോയപ്പോ ആൺകുഞ്ഞ് ജനിക്കാനും നല്ല പ്രസവം ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് ലൈംഗികമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് ലൈറ്റും അതും ഇതുമൊക്കെ ഓഫ് ചെയ്തിട്ട് ആ സ്ത്രീയെ കടന്നാക്രമിക്കുന്നു. ആ സ്ത്രീ വിഷാദ രോഗത്തിലേക്ക് പോകുന്നു. പിന്നീട് ഭർത്താവിനോട് ഒരു തരത്തിൽ അവർക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ അവസാനം ഭർത്താവിനോട് അവർ കാര്യങ്ങൾ പറയുന്നു. ഭർത്താവാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നാസിക് പോലീസല്ല ഏറ്റെടുത്തത്. നാസിക് പോലീസിന്റെ ക്രൈം ബ്രാഞ്ച് 2 എന്ന് പറയുന്ന യൂണിറ്റ്, അവരാണ് ഇത് ഏറ്റെടുത്തത്. ഇതെങ്ങനെയാണ് അവൾ പുറത്തെങ്ങും പോവാതെ, പത്രത്തിൽ പോവാതെ, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിനി. അവരെ നേരെ ഏറ്റെടുത്തു. രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലാണ്
അവൻ കിടന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടത്. പക്ഷെ അവൻ രക്ഷപ്പെടും സാർ. കാരണം അവൻ ഫോഴ്സ്ഫുള്ളി അവൻ ആരെയും ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ സമ്മതപ്രകാരം വന്നതാണ്. പിന്നെ പ്രായപൂർത്തിയായവരാണ് എല്ലാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനാൽ കുറവുള്ള കുട്ടികൾ ഉണ്ടോ നമുക്കറിയില്ല ഇവന്റെ സ്വഭാവം വെച്ചിട്ട്. മാത്രമല്ല ഇവന്റെ കസ്റ്റമേഴ്സ് എല്ലാം VIP-കളും രാഷ്ട്രീയ മേഖലയിലുള്ളവരുമാണ്. അല്ല, വേറൊരു പൈസ ഉള്ളവരെ മാത്രമേ ടാർഗറ്റ് ചെയ്യും. മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റ് ഇങ്ങനെയുള്ളത് വെച്ച് പുറപ്പിക്കില്ല. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. BJP-ക്കകത്തുള്ള VIP-കളും പോയിട്ടുണ്ട്. BJP-ക്കകത്തുള്ള VIP-കൾ എന്ന് പറഞ്ഞ സ്ത്രീകളും പോയിട്ടുണ്ട്, പുരുഷന്മാരും ഒക്കെ പോയിട്ടുണ്ട്. ജോലിസ് നോക്കാനായിരിക്കുന്നേ. ഇവരെ പറ്റിക്കുന്നതല്ല, ഇവരെ ചീറ്റ് ചെയ്യുന്നതല്ലേ ഇത്. ക്യാമറ വെച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന എന്ത് ജ്യോതിഷ സാർ. ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നു. പിന്നെ ജ്യോതിഷ ശരി, വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. അവിടെ പോയി ഒരുത്തർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ആൺകൊച്ചു ഇതൊക്കെ ദൈവം തരുന്ന ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ എണ്ണം ചെന്ന് കയറിയിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ ആ വിശ്വാസശീലത. വിശ്വാസത്തെ മുതലെടുക്കുന്ന കുറെ ജ്യോതിഷത്തിന്റെ ബോർഡും വെച്ച് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. വിശ്വാസത്തെ മുതലെടുക്കുന്ന സത്യസന്ധരായുള്ളവരുണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ വിശ്വാസത്തിന്റെ പേരിൽ മുതലെടുക്കുന്ന കുറെ കള്ളന്മാരുണ്ട്. സ്ത്രീയുടെ ശരീരം എന്തിനാ ജ്യോതിഷത്തിന്റെ പേരിൽ ഉപയോഗിക്കുന്നത്? ജ്യോതിഷവും സ്ത്രീയുടെ ശരീരവും തമ്മിൽ എന്താ ബന്ധം? അതെ, അവൻ ഇത് ഉപഭോഗ വസ്തുവായിട്ട് ജ്യോതിഷം അതിനുള്ള ഒരു ഉപാധിയായിട്ട് അവൻ ഉപയോഗിക്കുന്ന ഈ ദുഷ്ടനെ വെച്ചുകൊണ്ടിരിക്കുന്ന വധശിക്ഷയെ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ല. വധശിക്ഷയാണ് ഇവർ കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിനി ആവർത്തിക്കാൻ പാടില്ല അന്ധവിശ്വാസത്തിന്റെ പേരില്. ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇത് ഒരു പിന്നെ ആള് വെളിപ്പെടുത്തിയത് ഒരു ചടങ്ങിനിടെ ഈ അശോക് ഖരാത്ത് ഒരു ചെമ്പ് പാത്രത്തിലെ മന്ത്രവെള്ളം കുടിച്ചതായി അതിജീവിതമാരിൽ ഒരാൾ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് അയാൾ അവളോട് കണ്ണടച്ച് നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ഇരുണ്ട മുറിയിൽ വെച്ച് അവൾ ആക്രമിക്കുകയും ചെയ്തു. അവൾ പുറത്തു പറഞ്ഞാൽ അവളുടെ കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ഒരു സ്ത്രീ തന്റെ മാതാപിതാക്കളോടൊപ്പം ഖരത്തിനെ കാണുകയും സ്ഥിരതയുള്ള ജീവിതം ഉറപ്പാക്കുന്ന ഒരു ഇണയെ കണ്ടെത്താൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൃത്രിമം കാണിച്ച് അയാൾ അവളുടെ വിശ്വാസം നേടി. ആചാരങ്ങൾക്കായി അവളെ ആവർത്തിച്ചു വിളിച്ചു, മന്ത്രവാദ വെള്ളം കുടിപ്പിച്ചു, അവളെ ശാരീരികമായി ആക്രമിച്ചു. വിവാഹത്തിന് ശേഷവും അയാൾ അവളെ വിളിച്ചുകൊണ്ടിരുന്നു. ദാമ്പത്യ ബന്ധം തകർക്കുമെന്ന് ഭയന്നവൾ പീഡനം സഹിച്ചു. ഇത് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനോട് മറ്റൊരു അതിജീവിത പറഞ്ഞത് ഒരാൾ ജാതകം വായിക്കാൻ ബന്ധുക്കളോടൊപ്പം ഖരാത്തിനെ സന്ദർശിച്ചു. തുടർന്ന് അയാൾ അവളെ വിളിക്കാൻ തുടങ്ങി. തന്റെ ഓഫീസ് സന്ദർശിക്കാൻ അവളെ നിർബന്ധിച്ചു. അവിടെ ആചാരങ്ങൾ ചെയ്യുന്നതിന്റെ മറവിൽ തലകറക്കമുണ്ടാക്കുന്ന വസ്തുക്കൾ കഴിപ്പിച്ച ശേഷം അയാൾ അവളെ ബലാത്സംഗം ചെയ്തു. അവൾ പുറത്തു പറയുന്നതുവരെ ഭീഷണിപ്പെടുത്തി അവളെ നിശബ്ദയാക്കി. തന്റെ ആചാരങ്ങൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രകടനം മെച്ചപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തങ്ങളെ ആക്രമിച്ച ശേഷം തന്റെ സമ്പന്ന ബന്ധങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മർദ്ദം ചെലുത്തി. അതായത് മറ്റുള്ള ആളുകൾക്ക് സ്ത്രീകളെ കാഴ്ചവെച്ചു. ഇതാണ് അതിജീവിതമാർ പറയുന്നത്. അല്ല, സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിരുന്നു. അവിവിവാഹിതരും സാമ്പത്തികമായി സമ്പന്നരുമായി നിരവധി പുരുഷന്മാർ വധുക്കളെ കണ്ടെത്താൻ സഹായം തേടി ഇയാളുടെ അടുത്തെത്തി. ആചാരങ്ങൾക്കും പരിഹാരങ്ങൾക്കും അയാൾ അവരിൽ നിന്ന് വലിയ തുകകൾ ഈടാക്കുകയും അവർക്ക് ഇണയെ കണ്ടെത്താമെന്ന് വാഗ്ദാനം ചെയ്യുകയും പുരുഷന്മാരെ വരെ ലൈംഗിക കാര്യങ്ങൾക്കായി ഇയാൾ ഉപയോഗിച്ചു. അതായത് സ്ത്രീയെ പുരുഷനെയും വെറുതെ വിട്ടിട്ടില്ല. അത് ശരി, ഇയാൾ സ്ത്രീകളെ മടുത്തു കഴിഞ്ഞപ്പോൾ പുരുഷന്മാരെ ചില സ്ഥലങ്ങളിൽ സ്വർഗഭോഗത്തിലേക്ക്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ. സ്ത്രീകളെ മടുത്തു കഴിയുമ്പോൾ ആ പുരുഷന്മാരിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ വലിയ കാര്യമൊക്കെ വലിയ അപകടത്തിലായിത്തീരും. ചെയ്യേണ്ട എന്താണെന്നറിയാമോ? പറയുമ്പോ അത് മോശമായിട്ട് തോന്നും, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള നിയമമില്ലേ, അതായത് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഇവൻ ഇത്രയും അങ്ങ് മുട്ടി നിൽക്കുകയല്ലേ, അതിനെ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പ് വെച്ച് അങ്ങ് വെട്ടിക്കളയണം. അതാണ് വേണ്ടത്. ABC വേണ്ടത് നമ്മുടെ തെരുവ് നായ്ക്കളെക്കാൾ മുമ്പ് വേണ്ടത് ഇതുപോലുള്ള വന്ധീകരണം അല്ല, ഇവനെ പച്ചയ്ക്ക് വെട്ടിക്കളയുക. തീർച്ചയായിട്ടും അത് തന്നെ ആവണം. ആ യന്ത്രം കൊണ്ട് പിന്നെ മരണം വരെ ആ യന്ത്രം അവന്റെ ദേഹത്ത് ഘടിപ്പിക്കരുത്. അവൻ അത് അർഹിക്കുന്നുണ്ട്. ഈ കാർ എനിക്ക് ദേഷ്യം വരുന്നു. അശോക് കാർഗെ അവനെ അത് അത് തന്നെയാണ് വേണ്ടത്. ദേഷ്യം കൊണ്ടൊന്നും കാര്യമില്ല, ഇങ്ങനെ വികാര പ്രകടനം കൊണ്ട് കാര്യമില്ല. ആക്ഷനാണ് എന്തായാലും. മഹാരാഷ്ട്ര പോലീസ് ഇപ്പം നമ്മുടെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നല്ലോ, ഇതുപോലെ തന്നെ പീഡിപ്പിച്ചല്ലോ. അവർക്ക് എല്ലാം ഇത് തന്നെയാണ് വേണ്ടത്. കേരളത്തിൽ ഇങ്ങനെ നടക്കുന്ന ഈ മൃഗങ്ങൾക്ക്, മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, വലിയ ആപത്തുണ്ടാക്കും.
അതുപോലെ തന്നെ സ്ത്രീകൾ ഇൻ ചെയ്യുന്ന കണ്ട ഉടനെ വികാരം ഉദിക്കുന്ന പോലീസുകാരനാണെങ്കിലും അവനെ ഇത് തന്നെ ചെയ്യണം. അതെ, അതെ. അവനെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ശ്രീദേവിമാരുടെ ഇത് കുറച്ചുകൂടെ കാര്യമായിട്ട് വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള മനോഭാവം വെച്ചു കൊടുത്തുന്ന പോലീസിലുണ്ടെങ്കിൽ അവരെ പോലീസിൽ വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അല്ല, എനിക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ജ്യോതിഷത്തിന്റെ മറവിൽ നടത്തുന്ന ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് തലവെച്ചു കൊടുക്കാൻ കുഞ്ഞു സ്ത്രീകളെ, പുരുഷന്മാരായാലും നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങളുടെയൊക്കെ ഭാവിയും ഭൂതവും എല്ലാം ജനിക്കുമ്പോൾ തന്നെ വരുന്നത് അതൊക്കെ വിധി പ്രകാരം അതിന്റെ രീതിയിൽ നടക്കും. നമ്മൾ പോയാലും പോയില്ലെങ്കിലും. അതുകൊണ്ട് ഈ ഇത്തരം കോട്ടിട്ടവന്മാരെയും കോട്ടിടാത്തവന്മാരെയും ഒന്നും വിശ്വസിക്കാൻ വേണ്ടി ഇവന്മാരുടെ അടുത്തൊന്നും ചെന്ന് നിന്നു കൊടുക്കരുത്. ഇവന്മാരുടെ ലക്ഷ്യം മുഴുവൻ ശരീരം മാത്രമാണ്. അത് സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും. അത് മന്ത്രവാദം ഇങ്ങനെയൊക്കെ നടക്കുക. ലക്ഷ്മി കടാക്ഷയന്ത്രം, മറ്റ് അണ്ടകടാഹയന്ത്രം എന്നൊക്കെ പറഞ്ഞ് വിറ്റുകൊണ്ട് നടക്കുന്നവന്മാരുടെ എല്ലാം അവിടെ അണ്ടകടാഹം തീർക്കേണ്ട. ഇത് മന്ത്രവാദം എന്ന് പറഞ്ഞ അറബിക് മാന്ത്രികമുണ്ട്. അവിടെയും പോകണം അന്വേഷണം. അല്ല, പ്രീണനം പാടില്ല. പോകുമ്പോ എല്ലായിടത്തും പോകണം. എല്ലാ അന്ധവിശ്വാസങ്ങളും നടക്കണം. അതുപോലെ തന്നെയുണ്ട് പെന്തക്കോസ്തുകാർക്കിടയ്ക്ക് വലിയ അന്ധവിശ്വാസങ്ങളുണ്ട്. അതായത് ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്. വലിയ അന്ധവിശ്വാസങ്ങളുണ്ട്. ആ അന്ധവിശ്വാസങ്ങളിലേക്കും പോകണം അന്വേഷണം. എല്ലായിടത്തേക്കും വേണം. അതിൽ മതനിരപേക്ഷമായിട്ടുള്ള ഒരന്വേഷണം ഇക്കാര്യത്തിൽ എല്ലാം നടക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ, സ്ത്രീ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റൂ.